രാമലീലയാവട്ടെ അതിലെ കഥാപാത്രങ്ങൾ പറയുന്ന ഓരോ ഡയലോഗുകളും ദിലീപ് എന്ന വ്യക്തി സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് ആ കഥാപാത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ അതോ ദിലീപ് എന്ന വ്യക്തി അത് ബോധപൂർവ്വം ആ സമൂഹമായിട്ട് സംവദിക്കാൻ വേണ്ടി തന്നെ ഉള്ള ഡയലോഗുകളാണ്? അതിൽ ഓരോ കഥാപാത്രങ്ങളിലൂടെ വരുന്ന ഡയലോഗ് ഡെലിവറി ഒരിക്കലുമില്ല. രാമലീല എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് ഫുൾ ഷൂട്ടിംഗ് തീർന്ന് ഫുൾ ഡെപ്പിംഗ് തീർന്ന സിനിമ. അതിനുശേഷമാണ് നിങ്ങൾ കണ്ടത് എന്റെ ജീവിതത്തിൽ ഉണ്ടായ വിഷയങ്ങൾ. പക്ഷെ സിനിമയും റീലും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഏതോ സംഭവിച്ച പോലെ അത് യാദൃശ്ചികമാണ്. അതിനെ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ പ്രേക്ഷകർക്കുണ്ടായത് ഇതിലേതാണ് റിയൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് ചിലത് അങ്ങനെ സംഭവിക്കില്ല. ഒരിക്കലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല. എന്റെ കഥാപാത്രം എന്തു പറയുന്നു അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഥാപാത്രം സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ മനഃപൂർവ്വം അത് എന്റെ റൈറ്റേഴ്സും സമ്മതിക്കില്ല. ഞാൻ ഇതുകൂടി കയറ്റിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ പറയുന്ന സാധനങ്ങൾ മുടച്ചു നിൽക്കുന്ന തന്നെയാണ്. അതിന് ഫീൽ ഉണ്ടാവില്ല. അത് വേറൊരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ പ്രസിന്റെ മുമ്പിൽ സംസാരിച്ചിട്ടില്ല സിനിമയെ കുറിച്ചല്ലാത്ത ഒരു വിഷയം. കാരണം എനിക്ക് അതിനോട് സ്വാതന്ത്ര്യമില്ല. എനിക്ക് ഇന്നത് സംസാരിക്കാൻ പാടില്ല, ഇന്ന സംസാരം. പക്ഷെ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും. ആ ദിവസത്തിനെ നമുക്ക് കാത്തിരിക്കാം. അല്ലെ സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയില്ല. സിനിമയിലൂടെ പറയുന്നത് എന്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ സിനിമയിലെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് എന്റെ കഥാപാത്രം സംസാരിക്കുന്നുണ്ട്. താങ്കളുടെ എല്ലാ സിനിമകളും നോക്കിയാലും ഒരു പ്രത്യേക രാഷ്ട്രീയമാണ്. അതായത് താങ്കളുടെ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള രാഷ്ട്രീയമായിരിക്കും പറയുന്നത്. ഇപ്പം ക്യൂനിലായാലും ശരി, മലയാള ഫിലിമിലായാലും ശരി, ജനഗണമനയായാലും ശരി, ഇപ്പം പ്രിൻസിലായാലും ശരി, ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് സൊസൈറ്റി, എനിക്ക് ഒരു പ്രതിഷേധം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 5-6 വർഷമായിട്ട് അറിയുന്ന ബിന്ദു സ്റ്റീഫൻ എന്ന സംവിധായകൻ, ബിന്ദുയുടെ ലൈഫിൽ നിന്നാണ് എനിക്ക് പ്രിൻസിനെ കിട്ടുന്നത്. അതാണ് എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അല്ലാതെ നമ്മൾ എഴുത്തിൽ വരുന്ന നമ്മളൊരു സാമൂഹിക ജീവിയാകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എവിടെയൊക്കെയോ വന്നു പോകുന്നതാണ്. ഇന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എഴുതിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയോ സിനിമയോട് വല്ലാതെ ഒരു ഹെയ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് വെച്ച് സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. നമ്മളൊരു സിനിമ ചെയ്തു പോയി, നമുക്ക് സിനിമ ചെയ്തത് മോശമായ അത് മോശം സിനിമ മാത്രമാണ്. അത് വെറുക്കപ്പെടേണ്ട ഒരു സിനിമയല്ല. ഒരു കുട്ടി ഒരു പരീക്ഷ എഴുതി തോറ്റാൽ അത് തോറ്റ ഒരു വിദ്യാർത്ഥിനല്ലാണ്ട് വെറുക്കപ്പെട്ടവനാണ് എന്ന് തൊട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്ന മഹാനടന്മാരോട്, അതുല്യ സംവിധായകരോടൊക്കെ വെറുപ്പ് വന്നു തുടങ്ങിയത്. നിങ്ങൾ ആലോചിക്കേണ്ടല്ലേ അല്ലെ? നമ്മള് മഹാനടന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ ആദരിക്കുന്ന, മനസ്സിൽ കൊണ്ടുനടക്കുന്ന കലാകാരന്മാരോട് എന്ന് തൊട്ടാണ് അവരിന്മേൽ വെറുപ്പ് ഉൽപ്പാദിക്കാൻ തുടങ്ങിയത്. ആ വെറുപ്പിന് തടയിടും, ആ വെറുപ്പിന് തടയിട്ടിരിക്കും. ഈ പറയുന്ന ഈ സിനിമയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന അതാണ്. ആ വെറുപ്പ് അതുല്യ നമ്മളൊക്കെ ഇവിടെ ഒരുമിപ്പിക്കുന്ന എന്താണ്? ജാതിയോ മതമോ ലിംഗമോ വർണ്ണമൊന്നുമല്ലോ, സിനിമയാണ്. എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. അപ്പുറത്ത് ഒരു മിനിസ്റ്ററിന്റെ പത്രസമ്മേളനം കവർ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഉത്സാഹത്തോടെ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കും. അത് സിനിമയോടുള്ള സ്നേഹമാണ്. നമ്മളൊക്കെ ഒരു വർഷം ലിസ്നറിന്റെ ഓഫീസിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ലിസ്നറിന്റെ ഓഫീസിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെ കാര്യങ്ങൾ ഒരുമിച്ച് ഞാൻ ലിസ്നറിനൊക്കെ ഒരുമിച്ച് ഞങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനം, ഈ ടീമിന്റെ ഒരു വർഷത്തെ അധ്വാനം ഒരാളുടെ 5 മിനിറ്റോ 10 മിനിറ്റോ റിവ്യൂവിൽ പണയം വെക്കാൻ ഞങ്ങൾ റെഡിയല്ല. ആ റെഡിയല്ല എന്നുള്ളതിന്റെ മറുപടിയാണ് ഓൾ കേരളയിൽ ഈ പറയുന്ന ജനങ്ങൾ വന്നിട്ട് തിയേറ്ററിൽ കാണുന്നത്. അത് ഇനിയെങ്കിലും ഞാൻ ഈ സിനിമ വെച്ചിട്ടല്ല പറഞ്ഞത്. ഐ നോ ഐ ആം പ്ലഡ്ജിങ് മൈസെൽഫ്. എനിക്ക് സംഭവിക്കുന്നത് എന്തോ ആവട്ടെ. സിനിമ ഇല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് അധ്യാപകൻ അങ്ങനെ കോളേജിൽ പഠിപ്പിക്കാൻ പോകും, അല്ലെങ്കിൽ മൊനപ്പം ഹാർബറിൽ മീൻ ചോക്കാൻ പോകും. പക്ഷെ ഈ വെറുപ്പിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ വെറുപ്പ് ഇവിടെ തീരണം. എനിക്ക് ലാൽ സാർ എന്ന മഹാനടനെ വെച്ച് ലിജോ ജോസ് പല്ലിശ്ശേരി സാർ ഒരു പടം ചെയ്തിട്ട് ഞാൻ ആ സിനിമ മലയക്കൊട്ട വാല്യം കണ്ടു വരുമ്പോ
ഞാൻ കാണുന്നതിൽ ലിജോ സർ നടത്തുന്ന പ്രസ് മീറ്റാണ് ഇതിൽ അദ്ദേഹം പറയാണ് എന്തിനാണ് ഇത്രയധികം ഹെയ്റ്റ് ഒരു സിനിമയോട്. ചിന്തിക്കേണ്ട വാക്കുകളില് എന്തിനാണ് ഒരു സിനിമയോട് ഇത്രയധികം ഹെയ്റ്റ്. ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല, അത് പറയാലോ. റെസ്പെക്ട് വിട്ടിട്ട് ഒന്നിനും ഈ ഫ്രട്ടേണിറ്റി, നമ്മളൊക്കെ ഒരു ഫ്രട്ടേണിറ്റിയാണ്. ആ ഫ്രട്ടേണിറ്റി നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. മലയാള സിനിമയിൽ വി ഓൺ ദ റെസ്പെക്ട്. നമ്മളെല്ലാവരും വി ആർ ഹംബിൾഡ് ബൈ ദ സക്സസ്. ആ സക്സസ് ഈ ഹെയ്റ്റിനെതിരെയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു, സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. ഈ സിനിമയില് റിലീസിന്റെ തലേദിവസം എല്ലാ റിവ്യൂവേഴ്സിനും എല്ലാവരെയും പേഴ്സണലി വിളിച്ചിട്ട് ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. കാരണം ഞങ്ങളുടെ ബേബിയാണ്. ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ബേബിയാണ്. പക്ഷെ ഒരിക്കൽ പോലും നല്ലത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പടച്ചവൻ സത്യം. എന്റർടൈൻമെന്റ് കീഴില് ജിനേഷിനെ നിങ്ങൾ വിളിച്ചു ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സിനിമ കാണണം, സിനിമയെ കുറിച്ച് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് ഓൺ ക്യാമറ പറയണം. ഓൺ ക്യാമറ. ഇത് ഞങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, അത് റൈറ്റാണ്, മീഡിയയുടെ റൈറ്റാണ്. പക്ഷെ ഈ പറയുന്ന വെറുപ്പിന്, അപ്പൊ ജിനേഷിനോട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വിളിച്ചു നോക്കട്ടോ. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. സീക്രട്ട് ഏജന്റിലെ സായിനെ വിളിച്ചു, പലവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, പബ്ലിക്കായിട്ട് നിങ്ങൾ വിമർശിച്ചോ, പക്ഷെ ഈ വെറുപ്പിന് ഇനി മുതൽ നിങ്ങൾ നിന്ന് കൊടുക്കില്ല. സിനിമ ആസ് എ ഫ്രട്ടേണിറ്റി വി വിൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഹേറ്റ്, വി വിൽ സ്റ്റാൻഡ് ഫോർ സിനിമ. താങ്കൾ പറഞ്ഞു വെച്ചത് താങ്കൾ അഭിനന്ദിക്കുന്നു.